നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും പറഞ്ഞു പോയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് ഉണ്ടായ ബന്ധങ്ങൾ സിനിമയിലത് വളരെ കാലം മുമ്പോട്ട് കൊണ്ടുപോയ സല്ലാപമെന്ന സുന്ദർദാസിൻ്റെ സിനിമയിലൂടെ മലയാള സിനിമയിൽ 2015 വരെ തിളങ്ങി നിന്നൊരു താരമുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ചാലക്കുടി മണി എന്ന കലാഭവൻ മണി. കലാഭവൻ മണി എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. കലാഭവൻ മണി സിനിമയിൽ വന്നതിന് ശേഷം കലാഭവൻ മണിയുടെ രണ്ടാമത്തെ സിനിമയായ ദില്ലിവാല രാജകുമാരൻ എന്ന ഞങ്ങളുടെ സിനിമയും തുടർന്ന് ഒരു കാലം കണ്ടിന്യൂസായി തുടർച്ചയായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ബന്ധവും സിനിമാ ബന്ധവുമാണ്. അതിലാണ് ഒരു ഘട്ടത്തിൽ ഞാൻ കലാഭവൻ മണിയെ വെച്ച് കണ്ണിനും കണ്ണാടിയും എന്നൊരു ചിത്രം നിർമ്മിച്ചത്. ഞാനും എൻ്റെ സുഹൃത്ത് ബിജുവാണ് കാർത്തിക് കലാക്ഷേത്രയുടെ പേരിൽ കണ്ണിനും കണ്ണാടിയും എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ നിർമ്മിച്ചത്. 2004 ആ പടം റിലീസായത്. അപ്പോൾ കലാഭവൻ മണി സല്ലാപം കഴിഞ്ഞ് ദില്ലിവാല രാജകുമാരൻ കഴിഞ്ഞ് പിന്നെ കലാഭവൻ മണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്, ചാലക്കുടിയിൽ നിന്ന് സെറ്റിലേക്ക്, സെറ്റിൽ നിന്ന് ചാലക്കുടിയിലേക്ക്, അങ്ങനെ തുടർച്ചയായി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പടമായ കണ്ണിനും കണ്ണാടിയും കൂടാതെ തന്നെ ദില്ലിവാല രാജകുമാരനും ധിക്കാറും കഥാനായകനും മലയാളി മാവിന് വണക്കവും എന്നു തുടങ്ങി ഒരു 20-25 ചിത്രം തുടർച്ചയായി നമ്മളുടെ ഒപ്പം പ്രവർത്തിച്ച് ഒരുമിച്ച് ഒരേ ഹോട്ടലിൽ മാസങ്ങളോളം താമസിച്ച് മുമ്പോട്ട് പോയ ഒരു ചരിത്രമുണ്ട്. അച്ഛനെ എനിക്കിഷ്ടം കലാഭവൻ മണിയെ നായകനാക്കി ചെയ്തൊരു സിനിമയാണ്. സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്തത്. അതിനകത്താണ് മോഹൻലാൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുബേരൻ, അങ്ങനെ പിന്നെ ഇരുവട്ടം മളവാട്ടി എന്ന് വേണ്ട, അത് സിനിമയുടെ പേരെല്ലാം ഓർത്തു വരുന്നില്ല. ഈ വെള്ളിത്തിര, ഉടയോൻ. അപ്പോൾ ഈ സിനിമയിലൂടെയൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് ഒരിക്കൽ കലാഭവൻ മണി എന്നോട് ചോദിച്ചത്, ചേട്ടാ എന്നെ വെച്ചൊരു സിനിമ, ഞാൻ നായകനായ ഒരു സിനിമ കണ്ണൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് വെള്ളിത്തിരയാണ് അതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തത് പടമെന്ന് എനിക്ക് തോന്നുന്നു, അട്ടപ്പാടിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, മണിയെ വെച്ച സിനിമ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ മണി, ഞാൻ ഓരോ മാസവും 2 മാസത്തിലൊരിക്കൽ 3-4 പടം വീതം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായും ഡിസൈനറായും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണി, അല്ല നമുക്കൊരു പടം ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുന്ദർദാസിനെ സംവിധായകനാക്കിക്കൂടെ? അപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ എൻ്റെ സിനിമയിൽ, എനിക്ക് മലയാള സിനിമയിൽ സല്ലാപമെന്ന് പറയുന്നൊരു സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച അദ്ദേഹത്തിനോട് ഒരു പടം കൂടി, ഞാൻ ഇനിയും ഒരു പടം കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം എന്ന് മണി എന്നോട് പറഞ്ഞതാണ്. അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ സുന്ദർദാസും ഞാനും മണിയും കൂടി ഒരുമിച്ച് ചെയ്ത പടമെന്ന് പറയുന്നത് കുബേരനാണ്. കുബേരൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ പടത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനുശേഷമാണ് ശരിക്കും വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധം, ഒരു വല്ലാത്ത ഒരു ആത്മബന്ധം ഈ രണ്ടാമത്തെ സിനിമ മുതൽ ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെയാണ് കണ്ണിനും കണ്ണാടിയും എന്ന് പറയുന്ന കാർത്തിക് കലാക്ഷേത്രയുടെ ബാനറിൽ എൻ്റെ സുഹൃത്ത് ബിജുവും ഞാനും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ ഉണ്ടായത്. അപ്പോൾ ആ സിനിമ ഉണ്ടാകുന്നതിന് വേറെ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ സിനിമയുടെ സബ്ജക്റ്റ്, അത് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അതിനകത്ത് ക്യാരക്ടർ തന്നെ, മണിയുടെ ക്യാരക്ടർ തന്നെ പ്രാവെന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം അത് ഹരിദാസ് കരിവള്ളൂർ എന്ന് പറയുന്ന കണ്ണൂർ ഉള്ളൊരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ രാജസേനൻ ഒരിക്കൽ കേട്ടത് എന്നോട് പറഞ്ഞു, നിങ്ങൾ കഥ അന്വേഷിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, നല്ല കഥയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ തിരുവനന്തപുരത്ത് വരുത്തുകയും സുന്ദർദാസും ഞാനും കൂടി ഇരുന്ന് ഞങ്ങളെ കഥ കേൾക്കുകയായിരുന്നു.
ആ കഥ, അദ്ദേഹം പുതിയ എഴുത്തുകാരനാണ്. നേരത്തെ ചെറുകഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. സിനിമയിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു 3-4 മാസത്തെ ആ കഥയുമായി ഇരുന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കണ്ണിനും കണ്ണാടിയും എന്ന് പറയുന്ന സിനിമ തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്ത കഥാപാത്രമാണ് കലാഭവൻ മണിക്ക് സമ്മാനിച്ചത്. അന്നെല്ലാം അതിനോ ആ കാലഘട്ടത്തിലെല്ലാം മണി ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ ത്രൂഔട്ട് കോമഡി, പിന്നെ ഒരു പക്ക വില്ലനായിട്ട് മാറുന്നത് ഞങ്ങളുടെ മലയാളി മാമൻ വണക്കത്തിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനു മുമ്പ് തമിഴ് 1 പടമോ 2 പടമോ വില്ലൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളി മാമൻ വണക്കമാണ് ആദ്യം അദ്ദേഹത്തിനെ വില്ലനായി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പടത്തിൽ ഞങ്ങളുടെ കണ്ണിനും കണ്ണാടി എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ പ്രാവ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് വളരെ വ്യത്യസ്തമായ അതായത് അതിൻ്റെ റിലീസിങ് ടൈമുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് അന്ന് അത്ര നല്ല രീതിയിൽ അതിന് എത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഗുഡ് നൈറ്റ് ഫിലിംസ്, ശ്ലോക പിക്ചേഴ്സും ഉള്ളാട്ടൽ ഫിലിംസുമാണ് എൻ്റെ ആ പടം വിതരണം ചെയ്തത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കലാഭവൻ മണി നമ്മളോട് ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ ഉള്ളൊരു ആളിനോടല്ല അപ്രോച്ച്, ഒരു ആത്മസുഹൃത്ത് എന്ന രീതിയിൽ. അതിൻ്റെ സംവിധായകൻ സുന്ദർദാസ് ആകട്ടെ, അദ്ദേഹത്തിന് സല്ലാപം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അത് സമ്മാനിച്ചുകൊണ്ടാണല്ലോ മണി മലയാള സിനിമയ്ക്ക് എൻട്രി ആവുന്നത്. അങ്ങനെ ആ സിനിമയെ മുമ്പോട്ട് പോകുന്ന ആ ഒരു ഘട്ടം അതിന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയായി ബാക്കി നിൽക്കുകയാണ്. ആ സിനിമയിൽ കലാഭവൻ മണിയുടെ പ്രാവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആ സിനിമയ്ക്കകത്ത് തന്നെ പ്രാവായി അവതരിപ്പിക്കുക, അതായിരുന്നു ആ സിനിമയ്ക്കുള്ളിലൊരു സിനിമയാണ് ഞങ്ങളുടെ കണ്ണിനും കണ്ണാടിയുടെ കഥാതന്തു. അത് തമിഴിലെ പ്രശസ്തനായ നടൻ പ്രഭു, ശിവാജി സാറിൻ്റെ മകൻ പ്രഭുവാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയ്ക്കകത്ത് ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകനായി അഭിനയിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ സംവിധായകൻ രാജസേനനാണ്. അതുപോലെ സുകന്യ അതിനകത്ത് സിനിമ താരമായി അഭിനയിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ കഥയിലെ കലാഭവൻ മണിയുടെ നായികയുടെ ആ ഒരു അഡാപ്റ്റേഷനാണ് സുകന്യ ചെയ്തത്. അങ്ങനെ രാമചന്ദ്രബാബു സാർ എന്ന ക്യാമറാമാൻ, അദ്ദേഹം നമ്മളോടൊപ്പമില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം ഒരു ഇന്ത്യ കണ്ട വലിയൊരു ക്യാമറാമാനാണ്. അപ്പം അങ്ങനെ ഒരു വലിയ നിര ആ സിനിമയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ചില ഓർമ്മകൾ നമ്മളത് പങ്കുവയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും ചിലത് പറഞ്ഞേ പറ്റൂ കലാഭവൻ മണിയെക്കുറിച്ച് എന്നും കൂടി ഒരു കാര്യമുണ്ട്. കാരണം കലാഭവൻ മണി മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവസാനം അദ്ദേഹത്തിനെ കാണുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഞാനൊരാവശ്യവുമായി ഖത്തറിൽ ഉള്ളപ്പോൾ കലാഭവൻ മണി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിന്നെ വേറൊരു സംഘടനയും കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം, സ്റ്റേജ് ഷോ പല സ്ഥലത്തും നടത്തുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ഖത്തറിലായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിന് ഖത്തറെത്തുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു അരമണിക്കൂർ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുകയും അടുത്ത നാട്ടിൽ വന്നാൽ ഉടൻ നമ്മൾ പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നു എന്ന കാര്യങ്ങൾ വരെ സംസാരിച്ചതിന് ശേഷം കുടുംബകാര്യങ്ങളുമൊക്കെ സംസാരിച്ച് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചെന്ന ന്യൂസ് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കരമായ ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലെ എൻ്റെ നായകൻ, എൻ്റെ സുഹൃത്ത്, കാലങ്ങളോളം ഒന്നിച്ച് യാത്രകൾ ചെയ്യുകയും സിനിമകൾ ചെയ്യുകയൊക്കെ ചെയ്തൊരു വലിയ സുഹൃത്ത് ബന്ധത്തിൻ്റെ കുടുംബപരമായി തന്നെ ആ ബന്ധമുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയതിൽ വളരെയേറെ ദുഃഖപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ മണിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാതെ ഒരിക്കലും സംഭവിക്കരുതായിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കഴിഞ്ഞാണ്. അതിലേക്ക് ഒരെത്തിനോട്ടം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ നമസ്കാരം.